ഇന്ന് രസകരമായ ഒരു സാമൂഹ്യശാസ്ത്ര ക്വിസാണ്. ക്വിസിൽ പങ്കെടുക്കുന്നത് ഇന്നൂസും ഇന്നൂസിൻ്റെ ഉമ്മുമ്മയാണ്. ക്വിസ് മാസ്റ്റർ ഇന്നൂസിൻ്റെ ഉമ്മിച്ചയാണ്. അപ്പം നമുക്ക് ക്വിസ് തുടങ്ങാം. ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ തവള ഏതാണ്? ഓക്കെ, ഗോലിയ. അടുത്ത ചോദ്യം, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം? ചമ്പാരൻ സത്യാഗ്രഹം. എൻ്റെ വർഷം പറയോ? 1917. ഓക്കെ, അതിന്റെ ബാക്കി ടീച്ചർ പറ. 1917 ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതിന്റെ സ്ഥലം ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് വെച്ച് നീലം കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അവരോടൊപ്പം നടത്തിയൊരു സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അല്ല, ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യം നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ആദ്യം നടത്തിയ സമരം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടുള്ള ഒരു സമരമായിരുന്നു. ഓക്കെ. അടുത്തത്, ജാലിയൻ വാലാബാഗ് സംഭവം ഏത് വർഷമാണ് നടന്നത്? 1919. ശരിയാണ്, 1919 ഏപ്രിൽ 13. ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃതസറിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അവിടെ 4 ഭാഗം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ടിനകത്ത് വെച്ച് സത്യാഗ്രഹികൾക്ക് നേരെ ബ്രിട്ടീഷ് മേയറായിരുന്ന ജനറൽ ഡയറിൻ്റെ ആജ്ഞ അനുസരിച്ച് പട്ടാളക്കാർ വെടിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വെടിവെച്ച സമയത്ത് പുറത്തേക്കൊന്നും ഓടാനൊന്നും പറ്റാതെ അവിടെ തന്നെ ഈ സത്യാഗ്രഹികൾ അല്ലെ പ്രതിഷേധക്കാർ അവിടെ തന്നെ പിഴഞ്ഞ് മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച മഹത് വ്യക്തിയാണ്? അങ്ങനെ പറഞ്ഞ തെറ്റാണ്. അങ്ങനെ പറഞ്ഞത് ശരിയാണ്, നമുക്ക് അറിയാം, അവളത് ഷോർട്ടായി കളഞ്ഞു. ഓക്കെ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച അങ്ങനെ മഹാത്മാ ഗാന്ധി എന്ന് തന്നെ പറയാം. മഹാത്മാഗാന്ധി ആരാ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഓക്കെ. അടുത്ത ചോദ്യം, ഭൂമിക്ക് ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം? 24 മണിക്കൂർ. ശരിയാണ്. എനിക്ക് അവസരം തരുന്നില്ല. ബസറമർത്താൻ ആദ്യം കൈവക്കുക എന്ന് ഒരേക്ക് ചാൻസ് കൊടുക്കുക. അവള് വേഗം പറയുന്നതിന് മുമ്പേ അവള് കൈ കൊടുക്കുക. ഓക്കെ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തി ആരാണ്? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ഓക്കെ, എന്നാ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര്? എന്നാ ഇത് പറ, ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്? ഗീതാഞ്ജലി. ഓക്കെ. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം? 52 സെക്കൻഡ്. ഓക്കെ. ദേശീയ ഗാനം ആദ്യമായി ഏത് INC സമ്മേളനത്തിലാണ് ആലപിച്ചത്? 1911 കൽക്കട്ട കോൺഗ്രസിൽ വെച്ചാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്? ഇന്ത്യൻ ഭരണഘടന ശില്പി. യെസ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ. പോയിന്റ് കിട്ടി. അമ്മയ്ക്കാണ് ആ പോയിന്റ്, എനിക്ക് പോയില്ല. ഓക്കെ. അടുത്ത ചോദ്യം, പോയിന്റ് ഉണ്ട്. എത്ര പോയിന്റ്? ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന ശിലാവിന്യാസമാണ്? അപ്പം അല്ലാത്തതോ? നീളത്തിലുള്ള ഇങ്ങനെ വര എഴുതുന്നത് സമാന്തര ശിലാവിന്യാസം. അതിന് എക്സാമ്പിൾ എന്താ?
പുല്ല്, പുല്ല്, ആ, നെല്ല്, ആ, മുള, മുള, ആ, തെങ്ങ്, തെങ്ങ്, കവുങ്ങ്, ജാലികയ്ക്ക് എക്സാമ്പിള് ജാലികയ്ക്ക് പനിക്കൂർക്ക, പ്ലാവ്, പേരയ്ക്ക, ആ, പ്ലാവ്, പ്ലാവ്. മാവ് ഒക്കെ അവയുടെയൊക്കെ അങ്ങനെയുള്ള സമാന്തര ശിലാവിന്യാസമുള്ളതിന്റെയൊക്കെ വേരുകൾ എങ്ങനത്തെ വേരുകളായിരിക്കും? 4 വേരുകളായിരിക്കും. മറ്റേതൊക്കെ തടിച്ച വേര്. അതായത് തായ്വേരുള്ളതായിരിക്കും. ജാലിക ശിലാവിന്യാസമുള്ള സസ്യങ്ങളുടെ വേരുകൾ ഇതാണ് തായ്വേരുള്ളതായിരിക്കും. അടുത്ത ചോദിക്കട്ടെ. കേരള ഗാന്ധി. കേളപ്പൻ. കേളപ്പൻ എന്ന് പറയുന്നത് തെറ്റാണ്. കേളപ്പൻ. കേളപ്പൻ. അല്ല, കേളപ്പൻ. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏത്? മുള. മുള. മുളയ്ക്ക് എന്ത് ശിലാവിന്യാസമാണ്? സമാന്തര. മുള 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ആരംഭിച്ചത്? യെസ്, അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ. അപ്പൊ ഏറ്റവും വലുത്? അല്ല, ഏറ്റവും വലുത് കേരളത്തിന്റെ ആ. വേമ്പനാട്ട് കായൽ. നോ, കായലല്ല, ആ, നദി. നദി. പെരിയാർ. ഓക്കെ. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാർ. നെയ്യ. നെയ്യാർ. വടക്കേ അറ്റത്തുള്ള നദി? ആ, അതാണ് ഇപ്പൊ മഞ്ചേശ്വരം പുഴ അല്ലേ? മഞ്ചേശ്വരം പുഴ. ഇതൊക്കെ അറ്റത്തുള്ള നെയ്യാർ. കേരളത്തിലെ മഞ്ഞ നദി? മഞ്ഞപ്പാലം. അല്ല, നമ്മളിവിടെ അടുത്ത സ്ഥലം, നമ്മള് ടൂറൊക്കെ പോകുന്ന സ്ഥലം ഇവിടെ. മഞ്ഞ നദി. മഞ്ഞ നദി. ആ. ഒരു ക്ലൂ തരും. നീ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ നിന്ന് ടൂറ് പോയില്ലേ? ഡാം. ആ, ഡാമ്. തിരുവണ്ണാമല. കുറ്റ്യാടി ഡാം. കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടി പുഴ. കുറ്റ്യാടി ഡാം. ഓക്കെ. ഇനി കുറച്ച് ചോദ്യം ഉണ്ടോ? നമുക്കിപ്പോ തൽക്കാലം ഈ ക്വിസ് ഇവിടെ നിർത്തിയാലോ? വേണ്ട. കുറച്ച് കൂടി. കുറച്ച് കിസ് കൂടി. മൊത്തം ചോദിച്ചിട്ട് നിർത്തി. ഒരു 2 ചോദ്യം ഇവിടെ ചോദിക്കാം. 2 ചോദ്യം മൊത്തം ചോദിക്കും. Yes. മൊത്തം ചോദിക്കും. വയനാട് ജില്ലയുടെ ആസ്ഥാനം? കൽപ്പറ്റ. ഇപ്പൊ കോഴിക്കോട് ജില്ലയുടെയോ? കോഴിക്കോട്. ഓക്കെ. ഇടുക്കിന്റെയോ? പൈനാവ്. പൈനാപ്പിൾ. പൈനാപ്പിൾ എന്ന് ഓർത്ത് പൈനാപ്പിൾ. പൈനാവ്. പൈനാപ്പിൾ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. തട്ടേക്കാട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ പറയാം. തട്ടേക്കാട് ആരുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം? സലീം അലി. സലീം അലി. ആരാ സലീം അലി? ഡോക്ടർ സലീം അലി. പക്ഷി മനുഷ്യൻ. ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ. അപ്പൊ ഇന്ത്യയുടെ പക്ഷി ഇന്ദുചൂടൻ. മനുഷ്യൻ കേരളത്തിലെ പക്ഷി മനുഷ്യൻ. ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷി മനുഷ്യൻ ഇന്ദുചൂടൻ. അപ്പം ഡോക്ടർ സലീം അലിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് പറയാമോ? ഒരു കുരുവിയുടെ കഥ. വെരി ഗുഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഒരു ചെറിയ പക്ഷി. പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? മംഗളവന. കേരളത്തിലെ ഏറ്റവും ചെറിയ ഉദ്യാനം, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഏറ്റവും വലിയ പുഷ്പം? റഫ്ലേഷ്യ. കിഴക്കൻ ഏഷ്യയിലെ മഴക്കാലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. തായ്ലൻഡിലൊക്കെ വരും. ഏറ്റവും വലിയ പൂവാണ്. പക്ഷെ ഇതിനെന്തോ ഒരു ബാഡ് സ്മെല്ലാണ്. Bad smell. ചീഞ്ഞ ഇറച്ചിയൊക്കെ ചീഞ്ഞ മണമാണ്. പിന്നെ ഇതിന് തണ്ടും വേരും അങ്ങനെ ഒന്നുമില്ല. ഒരു പരാതമാണ് ഇത്, ഈ സസ്യം എന്ന് പറയുന്നത്. തായ്ലൻഡ്, മലേഷ്യ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പൂവുണ്ടാകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഞങ്ങൾ ജികെയിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ശാസ്താംകോട്ട കായൽ ഏതാ? ശാസ്താംകോട്ട ലോകത്തിലെ അല്ല ഏറ്റവും ശുദ്ധജല വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ലോകത്തിലെ അല്ല, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലേക്ക് സുപ്പീരിയർ ആണ്. ലേക്ക് സുപ്പീരിയർ. നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം എന്താണ്? ഗ്രാസ് ജെൽ. ഗ്രാസ് ജെൽ. അല്ല, നീല രത്നനീലി. അവിടെ ഇരിക്കി. അപ്പൊ ബുദ്ധമയൂരി ഏതാ? ബുദ്ധമയൂരി
ഔദ്യോഗിക ആരുടെ? കേരളത്തിന്റെ ആ ഇന്ത്യന്റെ ഔദ്യോഗിക ശലഭം. ശലഭം. ഇന്ത്യ ലോക അധ്യാപക ദിനം എന്ന്. ഒക്ടോബർ ഒക്ടോബർ 5. 5. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ആരെ ബർത്ത്ഡേ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരായിരുന്നു രണ്ടാമത്തെ രാഷ്ട്രപതി? രണ്ടാമത്തെ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പോഴത്തെ മുർമു. അങ്ങനെ പറ, മുഴുവൻ പേര് പറയണം. ദ്രൗപദി മുർമു. അപ്പൊ കഴിഞ്ഞതോ? കഴിഞ്ഞത് ഇന്നലെ തെറ്റിപ്പോയി. ഇന്നലെ ടീച്ചർക്ക് തെറ്റിപ്പോയി. ഓ റാംകോ ആ റാംകോ രാംനാഥ് കോവിന്ദ്. ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു പറയാൻ പറ്റുമോ? ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി. ആ എന്നോട് അറിയണ്ട ആദ്യത്തെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ പ്രധാനമന്ത്രിയോ? ആദ്യത്തെ പ്രധാനമന്ത്രി ആ ഉറപ്പ് പറഞ്ഞോ? ജവഹർലാൽ നെഹ്റു. യെസ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ? ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ആരാ? ഇപ്പോഴത്തെയോ? ആ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. ഓക്കെ. അടുത്ത ചോദ്യം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാണ്. വിൻസ്റ്റൺ ചർച്ചിൽ. ആരായിരുന്നു മിസ്റ്റർ ചർച്ചിൽ? വിൻസ്റ്റൺ ചർച്ചിൽ. ആരായിരുന്നു? വിൻസ്റ്റൺ. അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വിൻസ്റ്റൺ അന്നത്തെ ചർച്ചിൽ. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത്. ഓക്കെ. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാ? ട്രംപ്. നോക്കറിയാം. ട്രംപ് അല്ലേ യുദ്ധമൊക്കെ ചെയ്ത്. അടുത്ത ചോദ്യം. ഏറ്റവും വലിയ പുഷ്പം. റഫ്ലേഷ്യ. മലേഷ്യ. കിഴക്കൻ ഏഷ്യയിലെ മഴക്കാലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. തായ്ലൻഡിലൊക്കെ വരും. ഏറ്റവും വലിയ പൂവാണ്. പക്ഷേ ഇതിനെന്തോ ഒരു ബാഡ് സ്മെല്ലാണ്. Bad smell. ചീഞ്ഞ ഇറച്ചിയൊക്കെ ചീഞ്ഞ മണമാണ്. പിന്നെ ഇതിന് തണ്ടും വേരും അങ്ങനെ ഒന്നുമില്ല. ഒരു പരാതമാണ് ഇത്, ഈ സസ്യം എന്ന് പറയുന്നത്. തായ്ലൻഡ്, മലേഷ്യ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫിൻലാൻഡ് ഉപ്പിലുണ്ടാവില്ല. ഈ പൂവുണ്ടാവുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വെമ്പനാട്ട് കായൽ. ഞങ്ങൾ ജികെയിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ശാസ്താംകോട്ട കായൽ ഏതാ? ശാസ്താംകോട്ട ലോകത്തിലെ അല്ല ഏറ്റവും ശുദ്ധജല തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ലോകത്തിലെ അല്ല, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലേക്ക് സുപ്പീരിയർ ആണ്. ലേക്ക് സുപ്പീരിയർ. നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഗ്രാസ് ജെൽ. ഗ്രാസ് ജെൽ. അല്ല നീല രത്നനീലി. അവിടെ ഇരിക്കി. രത്നനീലി. അപ്പൊ ബുദ്ധമയൂരി ഏതാ? ബുദ്ധമയൂരി ഔദ്യോഗിക ആരുടെ? കേരളത്തിന്റെ ആ ഇന്ത്യന്റെ ഔദ്യോഗിക ശലഭം. ശലഭം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. ശരിയാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു. ആ പേര് കൊടുത്തത് ആരാ? അങ്ങനെ ആരാണ് ബർദോളി എന്നുള്ള താല്പര്യം കൊടുത്തത് അറിയില്ല. ഗാന്ധിജി. ഗാന്ധിജിയാണോ ബർദോളി ഗാന്ധി എന്ന് കൊടുത്തത്? ആണോ? ഓക്കെ. ഗാന്ധിജി മഹാൻ തന്നെ. അടുത്ത ചോദ്യം. വനങ്ങളില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയും? ആലപ്പുഴ. എന്താ അങ്ങനെ പറയുന്നത്? അത് ആലപ്പുഴയില് എല്ലായിടത്തും പുഴയായിരിക്കും. പുഴകളുടെ ആലയം അല്ലേ? ആലപ്പുഴ പുഴകളാണ് ധാരാളം എല്ലായിടത്തും പുഴ. കയറ് വ്യവസായത്തിന് വളരെയധികം പ്രസിദ്ധമായ ഒരു ജില്ലയാണ് ആലപ്പുഴ. ഓക്കെ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല? വയനാട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഏതൊക്കെയാ? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പറയട്ടെ? തമിഴ്നാട്, പിന്നെ തമിഴ്നാട്, കർണാടക അല്ലേ? തമിഴ്നാട്, കർണാടക. അടുത്ത ചോദ്യം.
ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച മഹത് വ്യക്തി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ച മഹത് വ്യക്തികളിൽ ഒരാൾ. അത് രൂപീകരിച്ച ആരാന്നല്ല? അല്ല ഇന്ത്യൻ നാഷണൽ ആർമി INA അല്ല, INA രൂപീകരിച്ചത് ആരാണ്? നോ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. പക്ഷെ പിന്നീട് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് വരികയായിരുന്നു. പിന്നെ അതാത് ഹിന്ദു ഫൗജ് എന്നൊക്കെ പറയുന്നത് ഈ INA ഇന്ത്യൻ നാഷണൽ ആർമിക്കാണ്. ഓക്കെ. കുഞ്ചൻ നമ്പ്യാർ തുടക്കം കുറിച്ച കലാരൂപം. അടുത്ത ചോദ്യം, 3 അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥം. 3 അവസ്ഥ ജലം. 3 അവസ്ഥ പറയാ. 3 അവസ്ഥ എന്തൊക്കെയാ? നീരാവി, അത് വാതകാവസ്ഥ. നീരാവി എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥ. ദ്രാവകം എന്ന് പറഞ്ഞാൽ ജലം. പിന്നെയോ ഖരാവസ്ഥയിലോ? ആവി, ഖരാവസ്ഥ കട്ടിയുള്ള ഖരാവസ്ഥയിലുള്ള ഐസ്. ഐസ്. ഐസ് ഇങ്ങനെ കട്ടിയില്ലേ? ഐസ് കിട്ടും. അപ്പം 3 അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാ? ആദ്യത്തെ കട്ടേക്കാട്. ഡോക്ടർ സലീം അലിയുടെ പേരുള്ള കട്ടേക്കാട്. ആരാ സലീം അലി? പക്ഷി മനുഷ്യൻ, ഇന്ത്യയുടെ. അപ്പം കേരളത്തിന്റെ ആരാ? ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ. ഡോക്ടർ സലീം അലിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് പറയും. കുരുവിയുടെ പതനം. വെരി ഗുഡ്. ദ ഫോൾ ഓഫ് എ സ്പാരോ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടുംചോല. മംഗളവനം എന്താ? ഏറ്റവും ചെറിയ ഇന്റർനാഷണൽ പാർക്ക്. പക്ഷി സങ്കേതം. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എവിടെയാ? എറണാകുളം. എറണാകുളത്തില് ഹൈക്കോടതിന്റെ ബാക്കിൽ. ഹൈക്കോടതി. ഓക്കെ. ഇത്രയും ചോദ്യങ്ങളാണ്. ബാക്കി അടുത്ത ദിവസം. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, ഇനി കുറേ ക്വസ്റ്റ്യൻ വേണമെന്നാണ് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ നിർത്താതെ വയ്യ.